എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബിഗ് ബോസ് മലയാളം സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതോടെ വൻ വഴിത്തിരിവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഗബ്രി പുറത്തായതോടെ ഇനി എന്താണ് വീടിനകത്ത് നടക്കുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. ഗബ്രി ഇല്ലാതെ ജാസ്മിൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. ഗബ്രി ജാസ്മിൻ കോംബോ ആണ് എത്ര നാളും മുന്നോട്ട് നിന്നത്. ഇനി ജാസ്മിൻ മാത്രമാകും. ഗബ്രി പോയ അവസരത്തിൽ ജിൻഡോ ജാസ്മിൻ്റെതിരെ പുതിയ നീക്കം നടത്തിയിരിക്കുകയാണ്. ഗബ്രി പുറത്താകാൻ കാരണം ജാസ്മിൻ എന്ന തരത്തിലാണ് ജിൻഡോ പറയുന്നത്. ഇത് ജാസ്മിനും ജിൻഡോയും തമ്മിൽ വലിയ ബഹളത്തിന് കാരണമാവുകയും ചെയ്യുന്നു. എടി, നീ നിൻ്റെ മുഖത്ത് ഹാപ്പിയാണ്, അവൻ പോയപ്പോൾ നീ ഹാപ്പിയാണ്, നീ ഒറ്റ കാരണമാണ് ഗബ്രി പുറത്ത് പോയത് എന്നാണ് ജിൻഡോ പറയുന്നത്. എടോ, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താൻ നേരെ നോക്കി എൻ്റെ അടുത്ത് പറയടോ, താൻ എന്തിനാണ് വേറെ പറയുന്നത് എന്നാണ് ജിൻഡോയോട് ജാസ്മിൻ പറയുന്നത്. അവിടെയും ഇവിടെയും പോയി നുണ പറയാനും നിനക്ക് ചിലയ്ക്കാനും അല്ലാതെ ജിൻഡോയ്ക്ക് ഒരു പിണ്ണാക്കും അറിയില്ല എന്നും വൈകിനിടെ ജാസ്മിൻ പറയുന്നുണ്ട്. ഇതോടെ നീ ഒറ്റയിരുത്തി കാരണമാണ് അവൻ പോയത് എന്ന് ജിൻഡോയും പറയുന്നു. ഇതോടെ ജാസ്മിൻ കൂടുതൽ ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് പിന്നെ എന്ത് വേണം? താൻ അവനെ കയറി പിടിക്കാതെ എന്നെ പറ. അവൻ പോയാലും നിന്നാലും അത് എൻ്റെ മിടുക്ക് എന്നാണ് ജാസ്മിൻ പറയുന്നത്. അപ്പോൾ നിൻ്റെ മിടുക്കാണ് അവൻ പോയത് അല്ലേ? അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ അവൻ മാന്യമായി കളിച്ചേനെ. നിൻ്റെ കൂടെ കൂടിയതാണ് അവൻ്റെ വിധി എന്നും ജിൻഡോ പറയുന്നുണ്ട്. എന്തായാലും ജിൻഡോ ജാസ്മിൻ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി പ്രധാന പോര് നടക്കുന്ന ജിൻഡോയും ജാസ്മിനും തമ്മിലാവാനാണ് കൂടുതൽ സാധ്യത. അതേസമയം ഗബ്രി പോയതിന് പിന്നാലെ ജാസ്മിൻ തകർന്ന അവസ്ഥയിലായിരുന്നു. ഒരുപാട് കരഞ്ഞിരുന്നു. രാത്രിയിൽ ഗബ്രിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് ജാസ്മിൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. ജിൻഡോ പുറത്താകുമെന്ന് ആരും കരുതിയിരുന്നില്ല. അപ്രതീക്ഷിതമായ പുറത്താകലിൽ വീട്ടിലെ അംഗങ്ങൾ പോലും ശരിക്കും ഞെട്ടിയിരുന്നു. ഗബ്രി ജാസ്മിൻ കോംബോയാണ് ഗബ്രി പുറത്താകാൻ കാരണമെന്ന് കരുതുന്നവരുമുണ്ട്. ഗബ്രി പോയ വിഷമത്തിൽ ഗബ്രിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ജാസ്മിനെ ആശ്വസിപ്പിക്കാനായി ആരും എത്തിയിരുന്നതുമില്ല.